ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കേണ്ടത് നമ്മുടെ അരിമ്പ്രമലയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അരിമ്പ്രമല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലായപ്പോൾ നമ്മുടെ മിനി ഊട്ടി ഇല്ലേ, അതാണ് ഈ അരിമ്പ്രമല എന്ന് പറയുന്നത്. മിനി ഊട്ടിയുടെ മറ്റൊരു പേരാണ് അരിമ്പ്രമല വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ ടൈം പറഞ്ഞാൽ ഒരു 6:30 ആയിട്ടുണ്ടോ, 6:15 ആയിട്ടുണ്ടോ. നമ്മൾ സുബിയൊക്കെ രാവിലെ ഉണ്ടാവും. നമ്മൾ അവിടുത്തെ ഒരു മിനി ഊട്ടിൻ്റെ നല്ല സൂപ്പർ വ്യൂ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പ്രദേശമായി കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കാം. ഇത് കണ്ട ഇതിപ്പോൾ ഒരു വ്യൂ ആണ്. ഇതുപോലെ തന്നെ കുറേ വ്യൂ പോയിൻ്റ് നമ്മുടെ മിനി ഊട്ടിയിലുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോകേണ്ട റോഡ് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ വരേണ്ടത് ഈ ഇവിടെ നിന്നാണ്, കാരത്തോട് നമ്മളെ പൂള പീസിൽ നിന്നാണ് വരുന്നത്. ഇവിടുന്ന് ഈ ഇടത്തെ ഭാഗത്തേക്ക് പോകേണ്ടത് നമ്മളെ ചെരുപ്പടി മലയില്ലേ, ആ ഭാഗത്തേക്കാണ് ഈ ഇടത്തെ ഭാഗം. ഈ വലത്തെ ഭാഗത്താണ് മിനി ഊട്ടി പോകേണ്ടത്. നമുക്ക് ഈ റോഡിന് പോവാം. പിന്നെ ഇവിടേക്കുള്ള മേജർ 2 റൂട്ട് പറഞ്ഞാൽ നമ്മൾ ഈ പുളാപ്പീസ് വഴിയുള്ള റൂട്ടാണ്. രണ്ടാമത്തത് നമ്മളെ കൊണ്ടോട്ടി ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് പുകയൂര്, പൂക്കോട്ടൂര്, മുസ്ലിയാരങ്ങാടി ആ ഭാഗത്തുള്ള ഈ കൂടെ ഇങ്ങോട്ട് റോഡുണ്ട്. പിന്നെയും കുറേ ചെറിയ റോഡുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഉണ്ട്. ഇപ്പം നല്ല സൂര്യൻ നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ കുത്തി വരുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് വരുന്ന ടൈമാണ്. അപ്പോൾ നമ്മുടെ ഇത് വിഷ്വലിൽ നമ്മളെ സൂപ്പർ സംഭവം നമ്മൾ കാണിച്ചു തരും. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, നല്ല വേറെ ലെവല് പ്ലേസ് ഉണ്ട് മിനി ഊട്ടിയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരും ഉണ്ടാവും. ഈ റോഡ് ഇപ്പോൾ നമ്മൾ കൊണ്ടോട്ടി ഭാഗത്തേക്ക് കൊണ്ടുവരണം. നമുക്ക് ഇതിൽ കൂടെയാണ് മിനി ഊട്ടിക്ക് കൊണ്ടുവരിക. പിന്നെ നമ്മുടെ ഈ മിനി ഊട്ടി, നമ്മളെ ഈ അരിമ്പ്രമല എന്ന് പറഞ്ഞാൽ നമ്മുടെ സീ ലെവലിന് 475 മീറ്റർ പൊന്തി നിൽക്കണേ നമ്മുടെ ഈ അരിമ്പ്രമല. അത്ര ഹൈറ്റുള്ളൊരു മലയാണ്. 475 ഹൈറ്റിൽ നിൽക്കേണ്ട മലയാണ് നമ്മുടെ അരിമ്പ്രമല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റേൺ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കേരളത്തിൽ തന്നെ 5 വലിയ ഹൈറ്റുള്ള മലകളുണ്ട്. അതിൽ 3-ാം സ്ഥാനമാണ് നമ്മുടെ അരിമ്പ്രമലയ്ക്കുള്ളത്. അപ്പോൾ ഈ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത ഇതുപോലത്തെ നല്ല രസമുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. അപ്പോൾ നമുക്ക് അവിടെ പോയി കണ്ട് നമുക്ക് നല്ല ഉഷാർ വീഡിയോസ് എടുക്കുക. വേണ്ട, നല്ല ആ സൂര്യൻ ഒത്തിച്ച് വരുന്നുണ്ട് അവിടെ. ആ സൂര്യൻ കത്തി പൊരിച്ച് നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നല്ല മഞ്ഞൊക്കെ ഇപ്പം ഇല്ല കേട്ടോ. ആ മഞ്ഞുണ്ടാവും എന്ന് വിചാരിച്ച് ഇറങ്ങിയില്ല, പക്ഷേ നമ്മൾ കുറച്ചുകൂടി നേരത്തെ തന്നെ അതിന്. അതുപോലെ തന്നെ ഈ മഴേൻ്റെ ടൈമിലൊക്കെ ഇവിടെ നല്ല സൂപ്പർ വ്യൂ ഇവിടെ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒന്ന് അടുത്ത നമ്മുടെ ഫസ്റ്റ് ഇതാണ് ഇവിടെ മെയിൻ വ്യൂ എന്ന് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ കുറേ ഈ സൈഡിലത് കാണില്ല നിങ്ങൾ, അതൊക്കെ കടകളാണ്. പിന്നെ ഇതിന് മേലേക്കാണ് ഇപ്പോൾ നമുക്ക് പോകേണ്ടത്. അങ്ങനത്തെ ഒരു സൂപ്പർ വീഡിയോ നമുക്ക് കാണിക്കണ്ടേ. അപ്പോൾ മേലേക്ക് ഇതികൂടെയുള്ള പോലെ നമ്മൾ വേറെ ഭാഗത്തു കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കടകളൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. അതായത് ഇതിന് മേലെ ഒരു സംഭവം കാണാനുണ്ട്. മേലെ നിന്ന് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇവിടുന്ന് വ്യൂ കിട്ടും. ഈ ടൈമിൽ നമ്മുടെ മഞ്ഞില്ല കേട്ടോ. ഈ മഴ പെയ്യുന്ന ടൈമിലാണെങ്കിൽ ഇവിടെ നല്ല സൂപ്പറായി നല്ല മഞ്ഞുണ്ടാവും. അപ്പം നമുക്ക് ഇതിൻ്റെ മേലേക്ക് പോകണമെങ്കിൽ നമ്മളെ തിരിഞ്ഞ് നമ്മളെ ബാക്ക് ഭാഗത്തൂടെ നമ്മൾ വരണം. ഇതിൻ്റെ മേലേക്ക് പോകണമെങ്കിൽ നമ്മളെ ബാക്ക് ഭാഗത്തൂടെ നമ്മൾ മലിൻ്റെ ബാക്ക് ഭാഗത്തൂടെ കയറണം. ഇതിൽ കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ വീടിൻ്റെ അടുത്ത് കൂടെ അതിൽ കൂടെ നമുക്ക് ആദ്യം വഴി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒന്ന് അല്ല നടന്ന് അത് ഇതായി പോയിക്കും. നമ്മൾ തേഞ്ഞ് പോകൊക്കെ വരില്ലേ, അതുപോലെ തന്നെ സ്റ്റെപ്പുള്ള ആൾക്കാർ തെഞ്ഞ് പോയിക്കും. അപ്പോൾ അതിൽ കൂടെ അപ്പോൾ നമുക്ക് കയറാൻ പറ്റും, പക്ഷേ കുറച്ചൊരു മസിൽ പിടിച്ചേണ്ടി വരും. പിന്നെയുള്ള വഴി ഇതാണ്. ഇതിൽ കൂടെ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ പോവാം. നമുക്ക് കയറാം, അങ്ങോട്ട് കയറി നല്ല മേലെ പോയി അവസാന വ്യൂസ് കാണാം. വേണ്ടോ ഇന്ന് കുറച്ച് ട്രക്കിംഗ് ആവും. ട്രക്കിങ് അപ്പോൾ നമ്മളിതിപ്പോൾ പോകേണ്ടി വെച്ചത് മീനത്തിൻ്റെ മേലത്തെ വ്യൂ കാണാനാണ്. ടോപ്പത്തെ വ്യൂ. വയ്യ കടന്നേക്കണല്ലോ. നിക്കണേക്ക ആ വീടോട്ട് താത്തില് എടുക്ക.
അടുത്ത ഫുഡ് ഒക്കെ അടഞ്ഞോളൂ. മരം കഴിഞ്ഞാടിക്കാണ്ടേ കടന്നു പോകും. Oh man. ചോട്ട് നോക്കട്ടോ. പാറ നല്ല ഫ്രഷ് എയർ. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു വയ്യുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ മൂടി പോയിക്കോളും. അപ്പോൾ അങ്ങനെ അല്ല വരാനിട്ട് അതൊക്കെ മൂടി പോയിക്കോളും. അപ്പോൾ നമുക്കിതിൻ്റെ മേലേക്ക് കയറി നോക്കാം. ഇത് ഏറ്റവും വലുതാണല്ലേ. ഇതാണ് ആ വ്യൂ, ഇതാണ് മേലത്തെ കാഴ്ച. എന്താല്ലേ ഗോപുരം എത്ര കെട്ടുണ്ടെന്ന് എനിക്കറിയില്ല, സംഭവം പൊളി. എന്തോ ഒരു നല്ല വ്യൂ അല്ലേ. ഇതൊരു മഴക്കാലത്തൊക്കെ വന്നാൽ നമുക്ക് വേറെ ലെവലൊരു വ്യൂ കിട്ടും. മഴക്കാലത്തൊക്കെ വന്നാൽ ഫുള്ള് മഞ്ഞൊക്കെ കയറും. മഴക്കാലമാണ് മഴ ചാറുന്ന ടൈം, ആ ടൈമിൽ ചാറ്റൽ മഴ ഉണ്ടല്ലോ, ആ ടൈമിൽ വന്ന് വേറെ ലെവൽ വ്യൂ ഉള്ള മലപ്പുറത്തുകാരുടെ ഊട്ടിയാണിത്. ഇവിടെ ഫുൾ പച്ചപ്പും കാര്യങ്ങളും കഴിക്കും. ആ വഴി നമ്മൾ കയറി വന്നേ. ഹായ് ഗായ്സ്, വാവ്, കണ്ട കുറേ കാലമായി ഒരു നല്ല ഫ്രഷ് എയറൊക്കെ ഒന്ന് ശ്വസിച്ചിട്ട്. സൂപ്പറായി. ഇതാണ് ഞങ്ങളുടെ മിനി ഊട്ടി, മലപ്പുറത്തുകാരുടെ ഊട്ടി. ഞങ്ങൾ മിനി ഊട്ടിയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ, അവിടെ സൂര്യൻ ഉണ്ട് കേട്ടോ, സൂര്യനാണ് കുത്തുണ്ട്. അപ്പോൾ ഇത് രാവിലത്തെ നമ്മളെ വിറ്റാമിൻ ഡി ഒക്കെ നമ്മൾ കൊണ്ടിങ്ങനെ ഇരിക്കുക ഇവിടെ വന്നാൽ. അടിയതാ കടാൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക്, മഞ്ഞൊക്കെ പോയിപ്പോ. ഇത് മിനിയൂട്ടിൻ്റെ വേറൊരു വശം കേട്ടോ, അത് ആ ഭാഗം നമ്മൾ നാട്ടിൽ കണ്ട്. ഇത് ബാക്ക് ഭാഗം. അപ്പോൾ എന്തുണ്ടോന്നോ ഈ ജന്തുക്കളും ഉണ്ടോന്നാവും. കേട്ടോ ഇങ്ങനെ അങ്ങനെ പോയാൽ കുറേ സ്ഥലമുണ്ട്, പക്ഷെ അവിടെ എനിക്കൊരു തോന്നുന്നില്ല. ഒക്കെ പാറ ഉണ്ട് അവിടെ, പാറ ഇത് കണ്ട സൂപ്പറായില്ലേ, ഗോപ്രോയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അങ്ങോട്ട് ഫുള്ള് നമ്മൾ യാത്രാ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ, വ്ളോഗും കാര്യങ്ങളൊക്കെ വരും. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ട, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ലൈക്ക് അടിച്ചോളൂ ഇപ്പം തന്നെ കേട്ടോ, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. മലപ്പുറത്ത് കുറേ ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. മലപ്പുറത്തെ എല്ലാവരും കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയും പിന്നെ വേറെ ജില്ലയിലുള്ള കുറേ ആൾക്കാരുണ്ടാവല്ലോ, അവർക്ക് വേണ്ടി. അപ്പോൾ നമ്മളെ വീഡിയോ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയാലോ, പോലെ ഏ സ്ഥലം നമുക്കില്ലേ ഇതൊന്നുമില്ലേ. നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് ഇതേമാതിരി ഈ എന്താ മഞ്ഞിൻ്റെ ടൈമിൽ വരണം. മഞ്ഞ് പറഞ്ഞാൽ നമ്മൾ മഴയൊക്കെ ഉണ്ടല്ലോ, ചെറിയ കാറ്റ് മഴക്കാലം വരുന്നുണ്ട്. അപ്പം മഴക്കാലത്ത് നമുക്ക് വരട്ടെ അങ്ങോട്ട്.
അതൊക്കെ വരുന്നത് സൂക്ഷിക്കണം. ഇങ്ങനത്തെ ഏരിയയാണ്. നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് നടന്നാൽ മതി. ശ്രദ്ധിക്കട്ട ഇതുപോലെ കുറച്ച് അഡ്വഞ്ചറാണ്. നമുക്ക് പോവാം. അപ്പോൾ ആൾക്കാരൊന്നും വരാനായിട്ട് ഇപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ കൊഞ്ഞാടിയാണ്. മരത്തിൻ്റെ ചില്ലകളൊക്കെ പൊട്ടി കൊഞ്ഞാടുണ്ട്. ആ മരത്തിൽ ഞാൻ പൊട്ടി വയ്ക്കണം. ഇതാരും എടുത്ത് മാറ്റിയില്ല. ഇതിപ്പോൾ മാറ്റാൻ പറ്റില്ല. ഇതിപ്പോൾ ഇതല്ലേ കാടല്ലേ, മലയല്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലല്ലേ സംഭവം. നമ്മളെ വ്യൂ പൊളിയില്ലേ. ഇതുപോലത്തെ കുറേ കാഴ്ചകൾ വരും കേട്ടോ നമ്മുടെ ചാനലിൽ. നമുക്ക് ഇവിടെ പോലെ നമുക്ക് ഒരു ദിവസം തിരുവോണമല ഒന്നുകൂടി കാണാം. തിരുവോണമല ഉണ്ടല്ലോ, ഇത് പെട്ടെന്ന് അത് നമുക്ക് ഒരു ദിവസം കാണിച്ചു തരും. ഇതുപോലെ നല്ല ടൈമിൽ വരണം. പക്ഷേ ഈ ടൈം നമുക്ക് തെറ്റിപ്പോയി. ഉദയം കാണാൻ പറ്റില്ല, നേരം വൈകി. അപ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്ക് നേരത്തെ വരും നമ്മൾ കേട്ടോ. അതുപോലത്തെ എനിക്ക് ഇവിടുത്തെ ശരിക്കുള്ള കാഴ്ച എന്താണെന്ന് അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് മിനി ഊട്ടീൻ്റെ പീക്ക് പോയിന്റ്, മേലത്തെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയാം നമുക്ക്. ഇതാണ് നമ്മുടെ മിനി ഊട്ടി. അത് കണ്ടില്ല നിങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, മറക്കണ്ട. ഞാൻ അടുത്ത വീഡിയോ കാണുന്ന രശ്മി മോഹൻലാൽ കുറുക്കൻ സൈനിങ് ഓഫ്.